നമസ്കാരം. ഏതാടാ നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റ് പുല്ലഴിപ്പാടത്ത് നാളെ ഓപ്പണിംഗ് ആണ്. 11 മണിക്കാണ് ഓപ്പണിംഗ്. ഞാൻ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ആരൊക്കെ വരുന്നത് എനിക്കറിയില്ല. എന്തായാലും വിശിഷ്ടാതികൾ അവിടെ ഉണ്ടാവും. എൻ്റെ ബാക്കിൽ ഒരാളുണ്ട്. ആളാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാധയുടെ എന്തായാലും വരണം. നാളെ അമ്പലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണം. ചേച്ചി അശോകണ്ണ വരുന്നതാണ്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയി തോന്നിട്ട് വരാം. ഭഗവാൻ സഹായിക്കട്ടെ. ഷാജിയുടെ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങോട്ട് എപ്പോഴും ഉണ്ട്. ആളല്ല എന്നെ ഇവിടെ എത്തിച്ചത്. അതിപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. മോളിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ താഴെ നിൽക്കണം. മൂടി പോലും ഇവിടെ എല്ലാവരും താഴെ നിൽക്കുള്ളൂ. അല്ല, മോളിൽ നമുക്ക് അനുഗ്രഹത്തോടെ നമ്മൾ നമുക്കത് മതി. അതാണ് ഏറ്റവും വലിയ പുണ്യം.
ഒരു നിമിഷമാണ്. അമാനുഷികം എന്ന സിനിമ വളരെ വ്യത്യസ്തമാർന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള സോണി, അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ജേഷ്ഠതുല്യനായിട്ടുള്ള ഷാജി ബ്രോ, അതുപോലെ തന്നെ സുധീഷ്, തന്നെ തിരക്കഥാകൃത്ത് സുധീഷ്, അതുപോലെ ഞങ്ങളൊരു ടീം ഉണ്ടാക്കി അത് കൃത്യമായി ചർച്ചകളിലൂടെ ഒരു തിരക്കഥ രൂപപ്പെടുത്തുകയും ആ തിരക്കഥ ഞങ്ങളൊരു സിനിമയാക്കാം എന്നുള്ള ഒരു പ്ലാനിങ് മുന്നോട്ട് പോവുകയും ചീഫ് അസോസിയേറ്റ് സന്ദീപ്, അസോസിയേറ്റ് നന്ദു, അതുപോലെ തന്നെ സുധീഷ്, അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളും, ഞാനിപ്പോൾ പേരെടുത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിന്റെ നമ്മുടെ സോണിയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു ചർച്ചയിൽ ആദ്യം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നത്. സോണിയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. മേക്കപ്പ് മാൻ എല്ലാ പ്രാവശ്യവും മേക്കപ്പ് മാൻ പറയൂ. കഴിഞ്ഞ സിനിമയിലും അതിന് മുന്നേ ചെയ്തു. ഞങ്ങള് അതിരപ്പള്ളിയില് ഫോറസ്റ്റിനുള്ളിലായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കൊള്ളുന്ന ഒരു കാര്യം, അതായത് ഒരു പടത്തിനെ വിലയിരുത്തുന്നത് ബഡ്ജറ്റ് വെച്ചല്ല. ബഡ്ജറ്റ് വെച്ചൊരു പടത്തിനെ വിലയിരുത്തുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇന്നും സിനി ഫീൽഡിൽ നഴ്സറി കുട്ടിയാണ്. കാരണം കലയിൽ ആരും പൂർണ്ണത എത്തിയവരില്ല. ഇതൊക്കെ എൻ്റെ മാത്രം ഒരിതാണ്. നിതീഷ് കെ നായർ എന്ന ഡയറക്ടർ, മൈ ഫ്രണ്ട്, മൈ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമകളാകുമ്പോൾ 6ാമത്തെ സിനിമയാണ് അറിയിക്കുന്നത്. വിനു എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. നിഷ്ഭായുടെ 4ാമത്തെ പടമാണ്. 4 പ്രധാന വേഷങ്ങൾ തന്നെയാണത്. ബാക്കി അത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവരെ പരിചയപ്പെടുത്തുന്ന പുലി എന്നല്ലട്ടാ, ഞാൻ എലിയാണ്. ഞാനൊരു സിനിമക്കാരനല്ല, നീലേച്ചിയുടെ ആരാധകനാണ്. നിതീഷ് കുമാരെ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത് ചേഞ്ച് എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പുള്ളിൽ വരാണ്, വേറെ കൺട്രോളും കൂടിയിട്ട്. ആ ചേഞ്ചിൽ ഞാൻ വേഷം ഇടുന്ന ആളല്ലായിരുന്നു. നിതീഷ് പറഞ്ഞിട്ട് നല്ലൊരു വേഷം ഞാൻ അഭിനയിച്ചു. പുള്ളിൽ കൊട്ടോഞ്ചി ടൂർസാണ് എൻ്റെ മേഖല. രണ്ടാമത് എൻ്റെ പ്രൊജക്റ്റ് നാളെ ഓപ്പണിംഗ് ആണ്, 11 മണിക്കാണ് ഓപ്പണിങ്. അതിന് അമ്പലത്തിൽ തൊഴാൻ വന്നാണ് ഞാൻ. അതിനോട് സംബന്ധിച്ചാണ് ഞാൻ ഈ പ്രോഗ്രാമത്തിൽ വന്നിട്ടുള്ളത്. ഈ ബന്ധം ഉണ്ടാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. സിനിമ എന്ന ലോകം വേറെ ലോകമാണ്, അത് ജോലിയാണ്. ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. എല്ലാ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിലും ഞാൻ ആഗ്രഹിക്കും